പറയട്ടെ, അച്ഛാ ഞാൻ ഇത്രയും സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ദൈവത്തെ ആരാധിച്ചിട്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടണില്ലല്ലോ. നാവ് വിശുദ്ധീകരിക്കപ്പെടാതെ നമുക്ക് അഭിഷേകം ഒരിക്കലും കിട്ടില്ല. ഈ അഭിഷേകം കിട്ടിയാലേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട്, അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ നാവ് പ്രാർത്ഥിച്ചതാണല്ലോ. അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് മുട്ടുകൂട്ടാൻ പറയാം. കുഞ്ഞുങ്ങൾ എന്താണ് അനുഭവിക്കുന്ന അസ്വസ്ഥത? പഠിക്കാൻ പറ്റണില്ലേ? ഏകാഗ്രത കിട്ടുന്നില്ലേ? അവർക്ക് സ്വഭാവത്തിൽ അസ്വസ്ഥതയുണ്ടോ? ദുശീലങ്ങളുണ്ടോ? എന്തവസ്ഥയാകട്ടെ, നിങ്ങൾ ശിരസിൽ കരങ്ങൾ വെച്ചിട്ട് കർത്താവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാൽ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം അത്ഭുതം ചെയ്യും. കാരണം നീ ഇപ്പൊ കർത്താവിന്റെ നാവ് പോലെയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കും, സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞാൽ സൗഖ്യം പ്രാപിക്കണം. കാരണം നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. ഇത് മനസ്സിലാക്കാതെ ഈ കടന്നു വന്നിട്ടോട് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല.